ഞങ്ങൾക്ക് എന്റെ മുമ്പിൽ വന്ന ഒരു ചെറിയ അനുഭവം നിങ്ങളുമായി പങ്കുവെക്കാം. ഒരു ദിവസം എന്നെ കാണാൻ വേണ്ടി ഒരു ഇന്നോവ കാറിൽ ഒരു കുടുംബം വരികയാണ്. വന്നത് 66 വയസ്സുള്ള ഒരു ബാപ്പയെ കൊണ്ട് മക്കളാ വന്നത്. മക്കള് 66 വയസ്സിന്റെ വാപ്പാക്ക് ഈ വാപ്പാനെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നത് മക്കളാ. 3 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും ബാപ്പയും. ബാപ്പാന്റെ 4 മക്കള് ബാപ്പയും കൂടി ഒരു ഇന്നോവ കാറിന് കൗൺസിലിങ്ങിന്. ഞാൻ ഈ റൂമിക്ക് കയറിയപ്പോ 40-45 വയസ്സുള്ള മോൻ, അവനാണ് ആദ്യം വന്ന് ഞാൻ ചോദിച്ചു എന്താ പറ്റിയേ? ഞങ്ങൾ വാപ്പനെയും കൊണ്ട് വന്നതാ. ഞാൻ പറഞ്ഞു വാപ്പനെയും കൊണ്ടോ? സാധാരണ വാപ്പ മക്കളെയും കൊണ്ടാവല്ലേ, നിങ്ങളെന്താ വാപ്പനെയും കൊണ്ട് വന്നത്? അപ്പോ ആ പെൺകുട്ടി കൂടെ ഉണ്ടായിരുന്ന പെങ്ങള്, ഈ മോളാ ചെറിയ മോള്, ഈ പെങ്ങള് പറഞ്ഞു എന്നോട്, സാറേ ഞങ്ങൾക്കൊരു ഉമ്മ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ പാസ്റ്റ് ടെൻസ് ആണല്ലോ, ഉമ്മ ഇപ്പൊ ഇല്ലേ? അത് ചോദിച്ചതും ആ പെൺകുട്ടിക്ക് അറിയാൻ തുടങ്ങി. ഭയങ്കര കരച്ചില്. എന്നിട്ട് കണ്ണൊക്കെ തുറച്ചു പറഞ്ഞു, ഞങ്ങളെ ഉമ്മ ഇല്ലേ സാറേ, മരിച്ചുപോയി. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, എന്താ പറ്റിയത്? അപ്പൊ ഈ പെൺകുട്ടി പറയാ, സാറേ ഞങ്ങൾക്കൊരു ഉമ്മ ഉണ്ടായിരുന്നു. എന്തൊരു സ്നേഹമായിരുന്നു ആ ഉമ്മ എന്നറിയോ സാറേ? പെരും സ്നേഹമുള്ള ഒരു ഉമ്മ, മക്കളെയൊക്കെ പൊന്നുപോലെ സ്നേഹിച്ച ഉമ്മ, ചേർത്തു പിടിച്ച ഉമ്മ, അടുപ്പിച്ചു നിർത്തിയ ഉമ്മ, പോസിറ്റീവായി സംസാരിച്ച ഉമ്മ. അപ്പൊ ഞാൻ പറഞ്ഞു ശരി, എന്നിട്ടോ ബാപ്പാക്ക്, ഞങ്ങളെ ബാപ്പയെ പുറത്തിരിക്കണേ, ഞങ്ങളെ ബാപ്പാനെ ഉമ്മ കരളിന്റെ കഷ്ണം പോലെ സ്നേഹിച്ചു. ഒരു മോശം വാക്ക് ഉമ്മ പറഞ്ഞില്ല ബാപ്പനോട്, ബാപ്പമ്മനോട് പറഞ്ഞില്ല. ഞങ്ങള് കണ്ടിട്ടില്ല ബാപ്പയും ഉമ്മയും തമ്മിൽ വഴക്കുണ്ടാക്കണത്, ബാപ്പയും ഉമ്മയും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കണത്. ബാപ്പാന്റെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കാൻ ഉമ്മ മത്സരിക്കും, ഉമ്മാന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കാൻ ബാപ്പ മത്സരിക്കും. ഇതാണ് ഞങ്ങളുടെ വീട്. അതിനിടക്കാണ് 3 കൊല്ലം മുമ്പ് ഉമ്മാക്കൊരു വേദന വന്നത്. ആ വേദന ഡോക്ടറെ കാണിച്ചു, മരുന്ന് തന്നു. കുറെ കഴിഞ്ഞു, വേദന മാറില്ല. അവസാനം ഡോക്ടർമാര് പറഞ്ഞു, കോഴിക്കോട് ചാത്തമംഗലത്തിനടുത്തുള്ള MVR എന്ന് പറയുന്ന ആശുപത്രി ക്യാൻസർ ആശുപത്രിയാ, അവിടെ കൊണ്ടുപോയിട്ടൊന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്തപ്പോ ക്യാൻസറിന്റെ 4ാമത്തെ സ്റ്റേജാണ്. ആ ഉമ്മാനെ രക്ഷിക്കാൻ ഒരു വഴിയില്ല. ഡോക്ടർമാര് പറഞ്ഞു വീട്ടിൽ കൊണ്ടുപോയി നല്ല നോക്കിക്കോ, നമ്മളെ കയ്യിൽ ഇനി മാർഗമില്ല, പാലിയേറ്റീവിലേക്ക് മാറ്റി. ആ ഉമ്മ 3 മാസം കിടന്ന് 4ാമത്തെ മാസം മരിച്ചു പോകണം. അത് പറയുമ്പോ ഉമ്മ മരിച്ചിട്ട് 3 കൊല്ലായിട്ടാ. 3 കൊല്ലം മുമ്പ് മരിച്ച ഉമ്മനെ ആലോചിച്ച് ആ കുട്ടികൾക്ക് അറിയാണ്. ആ ആൺകുട്ടികളും പെൺകുട്ടികളും കണ്ണിൽ വെള്ളം നിറയ്ക്കാണ്. എന്നിട്ട് ഞാൻ ചോദിച്ചു, പോട്ടെ ഉമ്മ മരിച്ചില്ലേ, ഇനിയിപ്പോ എന്താ പ്രശ്നം? അപ്പൊ ഈ മക്കള് പറയാണ്, സാറേ ബാപ്പ സ്നേഹാണ് ഞങ്ങളെ ബാപ്പ, പക്ഷേ ബാപ്പാനെ ഞങ്ങൾ പൊന്നുപോലെ നോക്കും.